ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. വഴിയരികിലിരിക്കുന്ന അന്ധനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? ആരുടെ പാപം മൂലമാണ് ഇവന്റെ ജീവിതത്തില് ഈ ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നത്? അതിനുള്ള മറുപടിയാണ് ഈശോയുടെ വചനഭാഗം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ് അവന്റെ ജീവിതത്തില് ഈ ഒരു ബുദ്ധിമുട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തില് ഈ ശിഷ്യന്മാരെ പോലെ ചിന്തിക്കാറുണ്ടല്ലേ? പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങൾ ഉണ്ടാവുന്നത്? ഞാൻ പാപം ചെയ്തത് കൊണ്ടാണോ? പലപ്പോഴും നമ്മളിത് ചിന്തിച്ച് നിരാശപ്പെട്ട് വേദനിച്ച് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് മാറാറുണ്ടല്ലേ? എന്നാല് ഈശോ കൃത്യമായിട്ട് പറയുക, നിന്റെ ജീവിതത്തില് നിനക്കുണ്ടാകുന്ന സഹനങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും നിന്റെ പാപത്തിന്റെ പരിണിത ഫലമല്ല, മറിച്ച് അവിടെ ദൈവത്തിന്റെ അത്ഭുതം നിന്നിൽ പ്രവർത്തിക്കാനായിട്ട് ദൈവം തരുന്നതാ. എവിടെയും ദൈവത്തിന്റെ അനുഗ്രഹം കാണാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം എന്നിലില്ല, എന്റെ എന്തോ കുറവ് കൊണ്ട് എനിക്കുണ്ടായതാണ്. നിരാശപ്പെട്ട് വേദനിച്ച് തമ്പുരാനെ കുറ്റം പറഞ്ഞ് ജീവിച്ച് കടന്നു പോവുക. എന്നാൽ ഈ പ്രയാസങ്ങളിലും ഈ ബുദ്ധിമുട്ടുകളിലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തില് ഇടപെടും. അവൻ ഇതിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. കാരണം നമ്മുടെ തലമുടി ഇഴ പോലും എണ്ണിത്തിട്ടപ്പെടുത്തി നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓരോ സഹനവും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കണം. സഹനങ്ങളിൽ തമ്പുരാൻ നമ്മളെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് അവനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവൻ എന്നോട് ചേർന്നിരിപ്പുണ്ട്, അവൻ എനിക്കിത് തന്നത് എൻ്റെ വിശുദ്ധീകരണത്തിനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സഹനങ്ങളും രോഗങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അവർ തമ്പുരാനെ കുറ്റം പറയാതെ അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട്, അവയിലെല്ലാം ദൈവമഹത്വം കാണുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് അവയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.